നോമ്പിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ ലോക തലത്ത് നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നോമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ സമയം നാം പട്ടിണി കിടക്കുന്നു. ഇതിൽ വ്യത്യസ്ത മതങ്ങളും സമൂഹങ്ങളുമൊക്കെ അനുവർത്തിക്കുന്ന നോമ്പ് ആചാരപരമായും അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിലുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പച്ചക്കറികൾ മാത്രം കഴിക്കുന്ന വെജിറ്റേറിയൻ നോമ്പുണ്ട്. ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്ന ഫ്രൂട്ട് ഫാസ്റ്റ് ഉണ്ട്. അതുപോലെ വെള്ളം മാത്രം കുടിക്കുന്ന വാട്ടർ ഫാസ്റ്റ് ഉണ്ട്. പല രീതിയിലുള്ള നോമ്പുകളുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പ് അത് പൂർണ്ണമായ ഭക്ഷണങ്ങളുടെ ഉപേക്ഷയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ പൂർണ്ണമായും വർജിക്കലാണ് ഇസ്ലാം കൽപ്പിക്കുന്ന നോമ്പ്. ഇതുകൊണ്ട് എന്താണ് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന നേട്ടം? നമുക്കറിയാം, നമുക്ക് ചലിക്കണമെങ്കിൽ, നമുക്ക് മറ്റ് ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഊർജം ആവശ്യമാണ്. ശരീരത്തിൽ ഈ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് നാം ഭക്ഷണം കഴിക്കുന്നത്. പ്രത്യേകിച്ചും ഭക്ഷണത്തിലടങ്ങിയ ഗ്ലൂക്കോസ്, ഇതാണ് ഊർജോൽപാദനത്തിന് വേണ്ടി മുഖ്യമായി നാം ഉപയോഗപ്പെടുത്തുന്നത്. കുറേ സമയം, ഏകദേശം ഒരു 13-14 മണിക്കൂറോളം നാം പട്ടിണി കിടക്കുമ്പോൾ ഈ ഊർജത്തിന് ആവശ്യമായ ഗ്ലൂക്കോസ് ശരീരത്തിൽ എത്തുന്നില്ല. ഈ സമയം ശരീരം ഉപയോഗപ്പെടുത്തുന്നത് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് ഉണ്ട്, നമ്മുടെ ലിവറിൽ. അത് കുറഞ്ഞ അളവിലേ ഉണ്ടാവും. ഒരു 70 ഗ്രാം 80 ഗ്രാം ഗ്ലൂക്കോസാണ് ലിവറിൽ ശേഖരിച്ചു വെച്ചത്. അത് കുറഞ്ഞ മണിക്കൂറുകൾ നമുക്ക് ചെറിയ ജോലികൾ ചെയ്യാൻ മാത്രമേ അത് ഉപകരിക്കൂ. അത് കഴിഞ്ഞാലും നമുക്ക് ഊർജ സ്രോതസ്സുകൾ ആവശ്യമാണ്. അതിന് ശരീരം ഉപയോഗപ്പെടുത്തുന്നത് ശരീരത്തിലുള്ള കൊഴുപ്പുകളെ. ഈ കൊഴുപ്പുകളാണ് നാം കൊളസ്ട്രോൾ എന്ന് പറയുന്ന ശരീരത്തിൽ ഒരുപാട് രോഗങ്ങൾക്ക്, അമിതമായി കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾക്ക് കാരണമായേക്കുന്ന ഈ കൊളസ്ട്രോളും ഫാറ്റുമാണ് ശരീരം പിന്നീട് ഊർജത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പുകൾ, പ്രത്യേകിച്ച് ലിവർ, അതുപോലെ നമ്മുടെ മാംസപേശികൾ, വയറിൻ്റെ അടിഭാഗം, സ്കിന്നിൻ്റെ അടിഭാഗം, ഇവിടെയൊക്കെ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുന്നുണ്ട്. ഈ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകളാണ് ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് പ്രഷർ, പ്രമേഹം, ഹാർട്ട് അറ്റാക്ക് തുടങ്ങി ഒട്ടനവധി രോഗങ്ങൾക്ക് മുഖ്യമായൊരു കാരണം ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഇത്തരം ദുർമേധസ്സുകളാണ്. നോമ്പിലൂടെ നമുക്ക് ഈ കൊഴുപ്പുകൾ, അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താനും അതിലൂടെ നമുക്ക് രോഗമുക്തി നേടാനും സാധിക്കും. വിശുദ്ധ ഹദീസുകൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് സൂമു തസിഹു എന്ന, നിങ്ങൾ നോമ്പെടുത്ത് ആരോഗ്യമുണ്ടാക്കണമെന്ന്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, ലിക്കുല്ലി ഷൈഇൻ സകാത്ത് വസകാത്തുൽ ജസദി അസ്സൗം, എല്ലാ വസ്തുക്കൾക്കും ഒരു ശുദ്ധീകരണ പ്രക്രിയയുണ്ട്. ശരീരത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ അത് നോമ്പാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇവിടെ നോമ്പിനെ പറ്റി ഏകദേശം 45 വർഷക്കാലം നോമ്പിനെ പറ്റി മാത്രം പഠനം നടത്തിയ ഡോക്ടർ ഹെർബർട്ട് എം ഷെൽട്ടൺ എന്ന് പറയുന്ന അമേരിക്കൻ ഡോക്ടർ, അദ്ദേഹം 45 വർഷക്കാലത്തോളം നോമ്പിനെ പറ്റി മാത്രം പഠനം നടത്തിയ ശേഷം അദ്ദേഹം പറയുന്നു, നമ്മുടെ വെയിറ്റ് കുറക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് നോമ്പ്. ഇന്ന് കേരളത്തിൽ അമിതമായ ഭക്ഷണക്രമം ഒരു ഭാഗത്ത്, നന്നായി ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ വ്യായാമം തീരെയില്ല. ഇങ്ങനെ ഈ സെഡൻറ്ററി ലൈഫ്, ശരീരം അനങ്ങാതെ ഇളകാതെയുള്ള ഈ സെഡൻറ്ററി ലൈഫ് നമ്മെ ഇത്തരം ദുർമേധസ്സുകൾ ശരീരത്തിൽ അടിഞ്ഞുകൂടാനും അതുവഴി നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പ്രഷർ, പ്രമേഹം, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ ഈ തടി കൂടുന്നത് കൊണ്ട് നമ്മുടെ സന്ധികൾക്കൊക്കെ പെട്ടെന്ന് തേയ്മാനം വരിക തുടങ്ങിയ ഒട്ടനവധി അസുഖങ്ങൾ കേരളീയർ ഇന്ന് സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കും. ജനങ്ങളോട് ഭക്ഷണം കുറക്കണമെന്ന് പറയുമ്പോൾ അവർ അതിന് പലപ്പോഴും സന്നദ്ധരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ലോക തലത്തിൽ നടത്തിയ പഠനങ്ങളിൽ നോമ്പ്
നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് എന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുക. ഇങ്ങനെ വെയിറ്റ് കുറയുന്നതോട് കൂടി വെയിറ്റ് കുറയുമ്പോൾ പ്രധാനമായും ഈ കൊഴുപ്പിൻ്റെ ശേഖരം നമ്മുടെ ശരീരത്തിൽ നിന്നും കുറഞ്ഞു വരികയാണ്. ഈ രീതിയിൽ ആവണം നമ്മുടെ നോമ്പ്. എന്നാൽ ആരോഗ്യപരമായ ഒരുപാട് പരിരക്ഷകൾ ഇദ്ദേഹം തന്നെ ഡോക്ടർ ഹെർബർട്ട് എം ഷെൽട്ടൺ നടത്തിയ പഠനത്തിൽ അദ്ദേഹം പറയുന്നു, പ്രമേഹം, പ്രഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് അവ വരാതിരിക്കാനും വന്നത് തന്നെ അതിൻ്റെ ആഘാതം കുറയാനും ഏറ്റവും നല്ല ചികിത്സയാണ് നോമ്പെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ഹാർട്ട് അറ്റാക്ക്, സന്ധികളുടെ തേയ്മാനം, ഇതൊക്കെ കുറക്കാനും നോമ്പിന് വലിയ ഒരു മുഖ്യമായ പങ്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആമാശയത്തിൽ വരുന്ന അൾസർ രോഗങ്ങൾ, അതുപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചില ചൊറികൾ, പിന്നെ സൈനസിൻ്റെ രോഗങ്ങൾ, ഹാർട്ടിൻ്റെ രോഗങ്ങൾ, അതുപോലെ നമുക്ക് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന കുട്ടികളുണ്ടാവാത്ത അസുഖത്തിന് വരെ നോമ്പ് ഫലപ്രദമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കൂടാതെ പിത്താശയത്തിലും അതുപോലെ മൂത്ര സഞ്ചികളിലുമൊക്കെ വരുന്ന കല്ലുകൾ, അതുപോലെ ബ്രസ്റ്റിലുണ്ടാകുന്ന മുഴകൾ, ചില അപസ്മാരങ്ങൾ, ഇതിനൊക്കെ നോമ്പ് ഫലപ്രദമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ സൂചിപ്പിക്കുക. അപ്പോൾ ഇത്രക്ക് ആരോഗ്യപരമായ പരിരക്ഷ ലഭിക്കുന്ന ഒരു കാര്യമാണ് നോമ്പ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാരെടുക്കുന്ന നോമ്പ് അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുകയാണ്. കാരണം നോമ്പ് കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ കുടുംബ ബജറ്റ് എടുത്ത് പരിശോധിച്ചാൽ നോമ്പിന് മുമ്പുള്ള ഒരു മാസത്തെ ബജറ്റും അതുപോലെ നോമ്പ് കഴിഞ്ഞ് അല്ലെങ്കിൽ നോമ്പ് കാലത്തെ ബജറ്റും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നത് നോമ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ കുടുംബ ബഡ്ജറ്റ് കൂടുന്നത് എന്ന്. അപ്പോൾ ഇങ്ങനെ കുടുംബ ബഡ്ജറ്റ് കൂടുതൽ കൂടുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പൈസയൊക്കെ നമ്മൾ ഭക്ഷണം വാങ്ങാനും അത് കഴിക്കാനും തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷെ ഇവിടെ നാം മാതൃകയാക്കേണ്ടത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യ റസൂലിൻ്റെ ഭക്ഷണ രീതി നാം അവലംബിക്കണം. എങ്കിൽ മാത്രമേ നോമ്പ് കൊണ്ടുള്ള ആരോഗ്യകരമായ പരിരക്ഷ നമുക്ക് കിട്ടുകയുള്ളൂ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മനുഷ്യൻ നിറക്കുന്ന മല ആദമിയുൻ വിഅൻ ശർറ മിൻ ബത്ൻ, മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും ദുഷിച്ച പാത്രമാണ് അവൻ്റെ ആമാശയമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പുണ്യ റസൂൽ പറയുന്നു, ഒരു മനുഷ്യൻ അവൻ്റെ മുതുക് നേരെ നിർത്താൻ ചുരുങ്ങിയ ഉരുള ഭക്ഷണം മാത്രമേ അവൻ ആവശ്യമുള്ളൂ. ഇനി ഒരാൾക്ക് കൂടുതൽ ധാരാളമായി കഴിക്കണം എന്നവന് തോന്നുന്നുണ്ടെങ്കിൽ പുണ്യ റസൂൽ പഠിപ്പിക്കുന്നു, സുലുസുൻ ലിത്ത്വാം വസുലുസുൻ ലിശ്ശറാബ് വസുലുസുൻ ലിന്നഫസ്. അവൻ്റെ ആമാശയമാകുന്ന ആ ചെറിയ പാത്രത്തിൻ്റെ 1/3 ഭാഗം അവൻ ഭക്ഷണം കഴിക്കട്ടെ, 1/3 ഭാഗം അവൻ വെള്ളം കുടിക്കട്ടെ, 1/3 ഭാഗം അവൻ കാലിയായി വായുവിന് വേണ്ടി ഉപേക്ഷിച്ചിടട്ടെ. ഈ രീതിയിലാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രവാചക തിരുമേനി പറഞ്ഞു, 3 വിരൽ കൊണ്ടായിരുന്നു പുണ്യ റസൂൽ ഭക്ഷണം കഴിച്ചിരുന്നത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്കുലു ബിസലാത്തി അസ്വാബിഇൻ എന്ന ഹദീസുകളിൽ കാണാം 3 വിരൽ കൊണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ 3 വിരൽ കൊണ്ട് ചോറ് തിന്നാൽ എത്ര സമയം വേണം നമുക്ക് കഴിക്കുന്ന ചോറ് അകത്താക്കണമെങ്കിൽ. ഇങ്ങനെ കൂടുതൽ സമയമെടുക്കുന്ന രീതിയിലാണ് ഭക്ഷണം കഴിക്കേണ്ട മര്യാദ. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് ഇന്ന് നാം ഉപയോഗിക്കുന്ന പോലെ ഡൈനിങ് ടേബിളും ചെയറും ഒന്നും ഇട്ട് റസൂൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. 2 കാലുകളിൽ മുട്ടുകുത്തി ഇരുന്നാണ് പുണ്യ റസൂൽ ഭക്ഷണം കഴിച്ചിരുന്നത്. ഈ രീതിയിൽ നാം പാൻസൊക്കെ ഇട്ട് ഇങ്ങനെ കാൽ മുട്ടുകുത്തി ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഒട്ടും സുഖകരമല്ല ഭക്ഷണം. അതുകൊണ്ട് തന്നെ കുറഞ്ഞ രീതിയിൽ കഴിക്കുന്ന ഇരുത്തമാണ് പുണ്യ റസൂൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. കുറേ സമയം ഭക്ഷണം കഴിക്കാൻ സമയമെടുക്കുന്ന രീതിയിലുള്ള ഭക്ഷണ ക്രമമാണ് പുണ്യ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നുണ്ടെങ്കിൽ നാം അവിടെ അല്പം ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടെങ്കിൽ പുണ്യ റസൂൽ പഠിപ്പിക്കുന്നത് ത്വആമുൽ വാഹിദി യക്ഫിൽ ഇത്നൈൻ വത്വആമുൽ ഇത്നൈനി യക്ഫിൽ അർബഅ. ഒരാളുടെ ഭക്ഷണം 2 പേർക്ക് അത് തന്നെ മതി, വേറെ ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ 2 പേരുടെ ഭക്ഷണം 4 പേർക്ക് മതി. അപ്പം ഇങ്ങനെ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ
മുസ്ലിം സമൂഹം ഈ റമദാൻ മാസം അതൊരു ആഘോഷത്തിന്റെ മാസമായി, ഒരു ഭക്ഷണോത്സവത്തിന്റെ മാസമായി നാം മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നാം നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണം നാം കഴിക്കുന്നു. അത് കഴിഞ്ഞ് നാം തറാവീഹ് നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് വീണ്ടും കഴിക്കുന്നു. പിന്നെ അത്താഴ സമയത്ത് നമുക്കറിയാം, ആദ്യം നാം കുറേ ഭക്ഷണം കഴിക്കും. അതിനുശേഷം ചില ഏരിയകളിലൊക്കെ, നമ്മുടെ ഈ ഏരിയകളിലൊക്കെ ചിലപ്പം പഴയൊക്കെ കൂട്ടി, പിന്നെ അതിൻ്റെ കഴിച്ച ആ ഭക്ഷണം അനങ്ങാതിരിക്കാൻ നമ്മൾ സിമെൻ്റൊക്കെ കോൺക്രീറ്റിൻ്റെ സമയത്ത് നന്നായി കൂടുതൽ സിമെൻ്റ് ചേർത്തിട്ട് കോൺക്രീറ്റ് ഇടുന്ന പോലെ നാം ഭക്ഷണം നന്നായി കഴിച്ചതിൻ്റെ മേലെ പിന്നെ ആ ഭക്ഷണം അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പഴമൊക്കെ കൂട്ടിയിട്ട് നന്നായി ഒന്ന് കോൺക്രീറ്റ് ഇടുന്ന പോലെ നാം കൂടുതലായിട്ട് കഴിക്കുന്ന സ്വഭാവക്കാരാണ്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കണ്ടേ എന്ന ഒരു ധാരണയാണ്. ഈ രീതിയിൽ നാം ഭക്ഷണം കഴിക്കുകയും നമ്മുടെ ആമാശയം അത് ഒട്ടും സ്ഥലം കാലിയായില്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ അവിടെ നാം പറഞ്ഞ ആരോഗ്യപരമായ ഒരു പരിരക്ഷയും നമുക്ക് കിട്ടില്ല. മറിച്ച് നോമ്പ് കൊണ്ട് നമ്മൾ രോഗിയായി മാറുകയാണ് ചെയ്യുക. ഇന്നത്തെ ദൗർഭാഗ്യവശാൽ നമ്മുടെ മുസ്ലിം സമൂഹം റമദാൻ മാസം അവർ ഇതുവരെ കഴിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ പരീക്ഷിക്കുന്ന കാലഘട്ടമാണ്. പുതിയ പുതിയ അപ്പത്തരങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. പുതിയാപ്പള സൽക്കാരത്തിന് 11 മാസം നമുക്കുണ്ടെങ്കിലും നാം തിരഞ്ഞെടുത്ത മാസം വിശുദ്ധമായ റമദാൻ മാസമാണ്. അപ്പം ഇങ്ങനെ ആർഭാടമായി അല്ലെങ്കിൽ ഏറ്റവും സുഭിക്ഷമായി എങ്ങനെ ഭക്ഷണം കഴിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു മാസമായി വിശുദ്ധ റമദാൻ അധപതിച്ചപ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ നോമ്പ് കൊണ്ട് ഇന്ന് ആരോഗ്യത്തെക്കാൾ ഒരുപാട് അനാരോഗ്യമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പ് കാലത്ത് നാം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണക്രമത്തിലേക്ക് നാം തിരിച്ചു വരേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചു വന്ന് നാം നമ്മുടെ ആമാശയത്തിൻ്റെ 1/3 ഭക്ഷിക്കുന്ന രീതിയിലാണ് നാം ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമുക്ക് ആരോഗ്യപരമായ പരിരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കും.